തൊപ്പിയും ഷാജഹാനും പണ്ടുണ്ടാക്കിയ അടി ഫേക്കാണ്. നീലക്കുരുവായിട്ടുള്ള ഇഷ്യൂ ഫേക്കാണ്. ഷാജഹാന്റെ ഫേക്ക്നെസ് നമ്മൾ കണ്ടു. മണവാളൻ സോഷ്യൽ മീഡിയയിൽ ഒരു മെഡൽ വാരി കൂട്ടിയിട്ട് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഫേക്ക് ആണെന്നും പറഞ്ഞ് കിടന്ന് കരയുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഫേക്ക് ആണ്. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, ഇതൊക്കെ ക്രിയേറ്റഡ് ആണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ ഡിമാൻഡ്സ് ഇറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഞാൻ നേരത്തെ പല വീഡിയോക്ക് അതും പറഞ്ഞിട്ടുണ്ട്. പല മൂവികളുടെ പ്രൊമോഷൻ ഇപ്പൊ പണ്ട് ലുക്മാൻ സണ്ണിവേനെ അടിച്ചെന്നും പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ആയി. അല്ലെങ്കിൽ അന്നേ ഒരു വീഡിയോ ഇട്ടാണ് ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് നടന്നു. ഇതേപോലെ പല കാര്യങ്ങളും. സോഷ്യൽ മീഡിയ ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള. ആൾക്കാർക്ക് ഡ്രാമ ഇഷ്ടമാണ്, ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റണം, ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വേണം. അപ്പൊ കണ്ടിട്ട് ദാരിദ്ര്യമൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണ്, പല കാര്യങ്ങളും ഫേക്ക് ആണ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ റിയൽ ലൈഫ് വ്ലോഗ് ആണെങ്കിലും ഹാപ്പി കപ്പിൾസിനെ നമ്മൾ കാണുന്നു, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഫാമിലി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റിയൽ ലൈഫിൽ ഇതൊക്കെയാണെന്നുള്ളത്? അല്ല. നമ്മൾ കാണേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ നമ്മളെ കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പം IRL സ്ട്രീം ആണെങ്കിൽ പോലും അതൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് അതൊക്കെ പറഞ്ഞതിനോട്ട് സ്പീഡ് എന്ന് പറയുന്ന റിയൽ ക്യാരക്ടർ ശരിക്കും അങ്ങനല്ല. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അത് ആള് തന്നെ പലയിടത്തും പറയുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കുമ്പോൾ ഹി ഈസ് ടേണിംഗ് ഇൻ ടു ക്യാരക്ടർ. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ കാണുന്ന പല പല ക്യാരക്ടേഴ്സും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ദിസ് ഇസ് വാട്ട് സോഷ്യൽ മീഡിയ ഡിമാൻഡ്സ് ആൻഡ് ദിസ് ഇസ് വാട്ട് സോഷ്യൽ മീഡിയ നീഡ്സ് ആൻഡ് ദിസ് ഇസ് വാട്ട് പീപ്പിൾ നീഡ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇതൊരു ഫുൾ ടൈം ആണ്, കരിയർ ആണ്, ദർ ഏർണിംഗ് സോഴ്സ് ആണ്, ദേ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പം ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ നറേറ്റ് ചെയ്യാം, അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുക. കാര്യം ചെയ്യുന്നതിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചൂസ് യുവർ ഡിസിഷൻസ് വൈസ്ലി. കാരണം we are living in a fake world.